قم لا تنم فإن الزمان أيا طالب العلم قم لا تنم فإن الزمان انقضى وانصرم فكن ما حييت ضنينا به فظنك بالوقت عين الكرم وكن حلس درسك وافرح به تكن قائدا في غد للأمم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അത്തഹസുൽ ഖുർആൻ പഠന പദ്ധതിയുടെ 3-ാം ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 16, 17, 18 ആയത്തുകളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഖുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. ഖാല യഖൂലു, പറഞ്ഞു, പറയുക എന്നതിൻ്റെ കൽപ്പനാരൂപമാണ്. ഖുൽ, നീ പറയ്. നബിയോട് പറയുകയാണ്, നീ പറയുക. അല്ലമ യുഅല്ലിമു തഅലീമൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് അർത്ഥം. അതുഅല്ലിമൂന, നിങ്ങൾ പഠിപ്പിക്കുകയാണോ? അതുഅല്ലിമൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? ബിദീനിക്കും, ദീന് എന്നതിന് അറബി ഭാഷയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മതവിശ്വാസമാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ മതവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണോ? അള്ളാഹു ആകട്ടെ വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അറിയുന്നവനാണ്. അലിമ യഅലമു ഇൽമൻ എന്ന് പറഞ്ഞാൽ അറിയുക, അറിഞ്ഞു, അറിവ് എന്നൊക്കെയാണ് അർത്ഥം. ഇൽമ്, അതിൽ നിന്നാണ് അലിമ, അതാണ് യഅലമു. സമാവാത്ത് എന്നുള്ളത് സമാ എന്നതിൻ്റെ ബഹുവചനമാണ്, ജംആൻ, ആകാശം, ആകാശങ്ങൾ. അപ്പോൾ ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തെ അള്ളാഹുവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണോ? വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അൽ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, എല്ലാം അറിയുന്നവൻ. 14-ാമത്തെ ആയത്തിൽ പറഞ്ഞ അറാബികളെ കുറിച്ച് തന്നെയാണ് ഇവിടെയും അള്ളാഹു പരാമർശിക്കുന്നത്. അവരുടെ സംസാരവും ഭാവവും ഒക്കെ കണ്ടാൽ തോന്നും അവർ പറഞ്ഞിട്ട് വേണം അവരുടെ മനസ്സിലുള്ളത് എന്താണ്, അവരുടെ ആദർശം എന്താണ്, അവരുടെ മതവിശ്വാസം എന്താണ് എന്ന് അള്ളാഹുവിന് അറിയാൻ. എന്നാൽ അള്ളാഹു ആകട്ടെ ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു കടുകുമണി പോലും അറിയാതിരിക്കുന്നില്ല. ആരാണ് മുഅ്മിനായവൻ, ആരാണ് മുസ്ലിമായവൻ, ആരാണ് കാഫിർ, മുനാഫിക്ക്, എല്ലാം അള്ളാഹുവിന് അറിയാം. ഇവിടെ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകന് നൽകിയ ഉപദേശം വളരെ പ്രസക്തമാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എൻ്റെ പൊന്നുമോനെ, നീ ഒരു കാര്യം ഭൂമിയിലോ ആകാശത്തോ, അതൊരു പാറക്കുള്ളിലോ അതല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും
അള്ളാഹു അത് കൊണ്ടുവരും. അതൊരു കടുകുമണിയുടെ തൂക്കമായാലും ശരിയെന്നാണ്. അത്രയൊക്കെ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു ഇവരുടെ ഈമാനിനെ കുറിച്ച് അറിയാതിരിക്കുമോ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണോ നിങ്ങളുടെ മതവിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിന് അറിയാൻ? സൂറത്തുൽ കാഫിലെ 16-ാമത്തെ ആയത്ത് വളരെ പ്രസക്തമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് അള്ളാഹുവിനറിയാം. അള്ളാഹു അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാനും ഒരു പ്രയാസമില്ല എന്നാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അങ്ങനെയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ല ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ ആയത്ത് പ്രകാരം നിയ്യത്ത് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ഒരു ഇബാദത്തിനും നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് സുന്നത്തല്ല. അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയാണ്, നബിയോ സഹാബിമാരോ ഒരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഞങ്ങളിത് ചെയ്യുകയാണ് എന്ന് നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടില്ല, നിയ്യത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു സിസ്റ്റമാണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നവൈത്തു അൻ ഉസല്ലിയ എന്ന് പറയാം, അല്ലെങ്കിൽ നവൈത്തു അൻ അസൂമ, ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു, നിയ്യത്ത് വെക്കുന്നു, നോമ്പ് അനുഷ്ഠിക്കാൻ നിയ്യത്ത് വെക്കുന്നു. അത് പാടില്ല എന്നാണ്. അത് നബിയോ സ്വഹാബിമാരോ ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ, നിയ്യത്ത് ഉച്ചരിക്കുന്നുവെങ്കിൽ തങ്ങളുടെ മനസ്സിലുള്ള മതവിശ്വാസത്തെ അള്ളാഹുവിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ച അറാബികളെ പോലെയാണ് അവരെന്നാണ്. സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറയാണ്, ആരെങ്കിലും ഒരാൾ നിയ്യത്ത് ഉച്ചരിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും ചെയ്തതുപോലെ ചെയ്യാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ഇനി തൊട്ട് ശേഷമുള്ള ആയത്തിലും അള്ളാഹു പരാമർശിക്കുന്നത് അറാബികളെ കുറിച്ചാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചത് നബിയെ താങ്കൾക്ക് മേലുള്ള എന്തോ ഒരു ഔദാര്യമായിട്ട് അവരെടുത്തു പറയുന്നു. മന്ന യമുന്നു, മന്നൻ വ മിന്നത്തൻ എന്ന് പറഞ്ഞാൽ ഔദാര്യമായി പറയാം, ചെയ്ത നന്മ വലിയ സംഭവമായിട്ട് എടുത്തു പറയാം, ദാക്ഷിണ്യം കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. അസ്ലമ യുസ്ലിമു, ഇസ്ലാമൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുക, കീഴൊതുങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അറാബികൾ അവർ മുസ്ലിങ്ങളായത്, അവർ വിശ്വസിച്ചത് വലിയ സംഭവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ എന്തോ ഔദാര്യമായിട്ട് അവരെടുത്തു പറയാൻ, അവർക്ക് തിരിച്ചു കൊടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുക. കുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, കുൽ നബിയെ പറ, ലാ തമുന്നു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ഔദാര്യമായി പറയണ്ട, ദാക്ഷിണ്യം കാണിക്കണ്ട, ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്, നിങ്ങൾ മുസ്ലിങ്ങളായത്, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, അള്ളാഹു ആണ് ഈമാനിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകിയത്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാണത് എന്ന് അവർക്ക് തിരുത്തി കൊടുക്കാൻ പറയാൻ. ഹദ യഹ്ദി ഹിദായത്തൻ എന്ന് പറഞ്ഞാൽ മാർഗദർശനം എന്നാണ് അർത്ഥം. ഹുദ മാർഗദർശനം, അതാണ് ഹദാക്കും, നിങ്ങളെ മാർഗദർശനം കാണിച്ചത്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ അറാബികൾക്ക് ഫഖ്ർ നടിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ ഒരു അവകാശമില്ല, അർഹതയില്ല. കാരണം അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു, അവർക്ക് ഉപജീവനം നൽകി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു. അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് ഇസ്ലാമും ഈമാനും ഒക്കെ. ഒരാൾ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ
ഒരാൾ മുഅ്മിനായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. അതിൽ ഫഖർ നടിക്കാൻ, പൊങ്ങച്ചം നടിക്കാൻ അവർക്ക് അവകാശമില്ല എന്നാണ്. ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, ഈ അറാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധം ചെയ്തില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. പല അറബ് ഗോത്രങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ അവർ വെറുതെ ഇരുന്നു. പലരും കളവാക്കിയപ്പോൾ ഇവർ വിശ്വസിച്ചു. അത് വലിയ ഔദാര്യമായിട്ട്, വലിയ സംഭവമായിട്ട് എടുത്തു പറയാൻ. എന്നിട്ട് ഇബ്നു ഉസൈമീൻ പറയാം, അതിൻ്റെ നേട്ടം സത്യത്തിൽ ആർക്കാണ്? അവർക്ക് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് അതുകൊണ്ടൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിച്ചാലും, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും, നമ്മൾ നല്ലവരായി ജീവിച്ചാലും അതുകൊണ്ട് അള്ളാഹുവിനോ റസൂലിനോ പ്രത്യേകിച്ചൊരു നേട്ടമില്ല. അവർക്കൊന്നുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും കൂടാനുമില്ല. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളുടെ ഒന്നാമത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, മനുഷ്യവർഗത്തിലെയും ജിന്നവർഗത്തിലെയും എല്ലാവരും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും തെക്കുവയുള്ള ഒരാളുടെ ഹൃദയത്തോടു കൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും കൂടാനില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. നിങ്ങൾ ഒന്നാമത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ മുഴുവൻ മനുഷ്യരും ജിന്നുകളും ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യൻ്റെ ഹൃദയത്തോടുകൂടി, മനസ്സോടുകൂടി ജീവിച്ചാലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാനുമില്ല. വല്ലാത്തൊരു ഹദീസല്ല അത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നു, ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു, ദഅവത്ത് നടത്തുന്നു, അതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് അള്ളാഹുവിന് എന്താ നേട്ടം? അള്ളാഹുവിനൊന്നുമില്ല. ഇനി നമ്മൾ ഈ പണിയൊക്കെ നിർത്തി, ആരും നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, അള്ളാഹുവായിട്ടൊരു ബന്ധമില്ല, ദാവത്തുമില്ല, ദീനുമില്ല, ഒന്നുമില്ലാതെ താന്തോന്നികളായി, തോന്നിവാസികളായി ജീവിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് എന്താ നഷ്ടം? അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനുമില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനൊന്നുമില്ല. അള്ളാഹു അൽ ഗനിയാണ്, നിരാശ്രയനാണ്. നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അള്ളാഹുവിനൊന്നുമില്ല. പിന്നെ എന്തിനാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം നമ്മളോട് പറയാനുള്ള കാരണം? സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല തന്നെ പറയാണ്, കാരണം അത് അള്ളാഹുവിന് നമ്മോടുള്ള റഹ്മത്താണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മുടെ റഹ്മത്ത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അതല്ലാതെ ഇതൊന്നും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ, മാർഗദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. അള്ളാഹു നമ്മളോട് ദാക്ഷിണ്യം കാണിച്ചതാണ്. കാരണം തറവാട് കൊണ്ടോ, കഴിവുകൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, സൗന്ദര്യം കൊണ്ടോ ഒന്നും ഒരാൾക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിദായത്ത് തരുന്നവൻ അള്ളാഹുവാണ്. യുദില്ലു മൻ യശാ വയഹ്ദി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അള്ളാഹു വഴികേടിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 93-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു
ഈമാനിലേക്കുള്ള മാർഗദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം അവൻക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും കിട്ടി. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു ഈമാൻ നൽകിയിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും അവൻക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുസ്ലിങ്ങളായിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുഅ്മിനുകളായിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ അഹങ്കരിക്കാനോ പൊങ്ങച്ചം കാണിക്കാനോ നമുക്ക് അർഹതയില്ല, അവകാശമില്ല. കാരണം അത് അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുള്ള പറയുന്നുണ്ട്, ആളുകൾക്ക് നന്മ ചെയ്തിട്ട് അതെടുത്തു പറയുന്നവർക്കുമുള്ള ഒരു താക്കീതാണ് ഈ ആയത്തെന്നാണ്. ശക്തമായ ഒരു ഉണർത്തലാണ് ഈ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മൾ ഒരാൾക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് വല്ലതും നൽകി, അതൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നന്മകൾ പൊളിഞ്ഞു പോവാൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യമാണത്. അതൊക്കെ ഞാനാണ് അവനക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഞാനാണ് അവൻ്റെ മക്കളെ ഗൾഫിലേക്ക് കൊണ്ടുപോയത്, ടിക്കറ്റിനും വിസക്കും പാസ്പോർട്ടിനൊക്കെ ഞാനാണ് നിന്നത്. നമ്മൾ വലിയ ഔദാര്യമായിട്ട് പറയാൻ, നമ്മൾ ചെയ്ത നന്മ നമ്മൾ തന്നെ പൊളിച്ചു കളയാൻ. സൂറത്തുൽ ബഖറയിലെ 264 ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദ്രോഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത സ്വതക്കകളെ, ദാനധർമ്മങ്ങളെ നിങ്ങൾ തന്നെ നിഷ്ഫലമാക്കി കളയരുത്. അപ്പോൾ എടുത്തു പറയാന്നുള്ളത് വളരെ മോശമാണ്, അത് ശക്തമായ താക്കീതുള്ള വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ ദൈനംദിന ജീവിതത്തിന് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ദാക്ഷിണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയാണ്, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമെന്നാണ്. സാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ എന്നാണ് അർത്ഥം. സാദിഖൂൻ എന്നുള്ളത് സാദിഖ് എന്നതിൻ്റെ ജം ആണ്, ബഹുവചനാൻ. ഇനി നമ്മുടെ മുന്നിലുള്ളത് വിശുദ്ധ ഖുർആൻ 49 അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ്, 18 ആയത്താണ്. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യമറിയുന്നവനാണ് അള്ളാഹു. നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ബസീറാണ്. അൽ ബസീർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹു ഫിസ്സമാ വ ഇൽമുഹു ഫീ കുല്ലി മക്കാൻ. ഇത് നമ്മുടെ അഖീദയാണ്. അള്ളാഹു ഉപരിയിലാണ്, 7 ആകാശങ്ങൾക്ക് മുകളിലായി, അർശിന് മുകളിലായി ഉപരിയിലാണ് അള്ളാഹു. എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമ് അതെല്ലായിടത്തും ഉണ്ട്. അള്ളാഹു അറിയാത്തതായിട്ടൊന്നുമില്ല. ഒരാൾ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ പറയുകയാണെങ്കിൽ അത് കുഫ്റാൻ, അത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്. അള്ളാഹു എല്ലായിടത്തും ഇല്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലായി, അർശിന് മുകളിലായി, ഉപരിയിലാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വാദം ഖുർആനിനും സുന്നത്തിനും എതിരാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവന്നു. അവർ മുഅ്മിനാണ് എന്ന് റസൂലുള്ളാഹി എങ്ങനെ മനസ്സിലാക്കിയത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണെന്ന്. ആ അടിമ സ്ത്രീയുടെ മറുപടി ഫിസ്സമാ, അള്ളാഹു ഉപരിയിലാണ്. റസൂലുള്ളാഹിൻ്റെ രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാണ്?
ആ പെണ്ണിൻ്റെ മറുപടി അൻത റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിച്ചു കൊള്ളുക, അവൾ മുഅ്മിനത്താൻ, വിശ്വാസിനിയാണ്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആകാശഭൂമികളിലുള്ള എല്ലാ ഗൈബും അദൃശ്യവും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. കടലിലെ നുരയും പതയും അള്ളാഹുവിനറിയാം. മഴത്തുള്ളികളുടെ കണക്ക് അള്ളാഹുവിനറിയാം. വിശാലമായി പരന്നു കിടക്കുന്ന മരുഭൂമിയിലെ മണൽത്തരികളെക്കുറിച്ച് അള്ളാഹുവിനറിയാം. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ മറച്ചു വെച്ചതൊക്കെ അള്ളാഹുവിനറിയാം. അതല്ലേ അള്ളാഹു പറഞ്ഞത്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അള്ളാഹു അറിയാതെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇല പൊഴിയുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയുടെ ഇരുട്ടിൽ, അന്ധകാരത്തിൽ ഒരു ധാന്യമണിയില്ല. അത് ഉണങ്ങിയതാവട്ടെ പച്ചയാവട്ടെ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെക്കപ്പെട്ടതല്ലാതെ. അപ്പോൾ ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അദൃശ്യം അറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ആരെങ്കിലും തനിക്ക് അദൃശ്യം അറിയാമെന്ന് വാദിച്ചാൽ അവൻ കാഫിറാണ്. കാരണം അള്ളാഹു അല്ലാതെ ഒരാളും ഗൈബ് അറിയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി അള്ളാഹു അറിയിച്ചു കൊടുത്ത നബിമാർക്കറിയാൻ പറ്റും, അള്ളാഹു അറിയിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ റസൂലുമാർക്കറിയാൻ പറ്റും. അതാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞത്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹു അദൃശ്യമറിയുന്നവനാണ്. അവൻ്റെ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് അവൻ ആർക്കും അറിയിച്ചു കൊടുക്കുന്നതല്ല. എന്നിട്ട് അടുത്ത വചനത്തിൽ പറയാം, ഇല്ലാ മനിർതലാ മിൻ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട ഏതെങ്കിലും ഒരു റസൂലിനല്ലാതെ. ഇത് സൂറത്തുൽ ജിന്നിലെ 26, 27 ആയത്തുകളാണ്. എന്നിട്ട് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയാണ്, സാഹിറുകൾ, മാരണക്കാർ, രാശിനോട്ടക്കാർ, അവരൊക്കെ ഇൽമുൽ ഗൈബ്, അദൃശ്യം അറിയുമെന്ന് വാദിക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊക്കെ കളവ് അറിയുന്നവരാണ്, കാഫിറുകളാണ്. ഇനി അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. നമ്മൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ് അവൻ. ഈ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നമ്മുടെ സ്വഭാവ കർമ്മ മേഖലകൾ വളരെ മനോഹരമായിക്കൊണ്ട് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഒരു വചനമാണിത്. കാരണം അള്ളാഹു എല്ലാം കണ്ടറിയുന്നു എന്ന് പറയുമ്പോൾ ഒരു അടിമ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് അവൻ മാറി നിൽക്കണം, നന്മകളിൽ അവൻ മുഴുകണം എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി സൂറത്തുൽ ഹുജറാത്ത് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ട ചില ആയത്തുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. വിശ്വാസ കർമ്മ സ്വഭാവ മേഖലകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് നിറം പകരണം. ഇത് കേവലം ഒരു തഹസ്സുലിൻ്റെ എക്സാം എഴുതാനോ അതിൽ നല്ല മാർക്ക് വാങ്ങാനോ ഉള്ള ഒരു സംവിധാനമല്ല. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനുമാണ് എന്ന ബോധ്യമുണ്ടാവുക. ആത്മാർത്ഥമായിക്കൊണ്ട് ഈ അറിവ് നിങ്ങൾക്ക് എത്തിച്ചു തന്നവർക്ക്, ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടി മരമുരുകി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.